നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മാപ്രാണം ഹോളിക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ കുരിശുമുത്തപ്പന്റെ 1096ാമത് തിരുനാളിന് തുടക്കമായി. SC മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തി. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ജലപാതയായി ചേർപ്പിലെ ഗ്രാമീണ റോഡുകൾ. ചേർപ്പ് മേഖലയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ കൂടിയുള്ള യാത്ര അതിസാഹസികമാകുന്നു. ഓണക്കാലത്തെ തിരക്ക് കൂടിയായപ്പോൾ ക്ലേശം ഇരട്ടിയായി. തൃശൂർ ജില്ലയിലെ വിരമിച്ച എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഒറ്റപ്പെട്ട അംഗങ്ങൾക്ക് താമസിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി നിർമ്മിക്കുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മാപ്രാണം ഹോളിക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ കുരിശുമുത്തപ്പന്റെ 1096ാമത് തിരുനാളിന് തുടക്കമായി. രാവിലെ നടന്ന കൂട് തുറക്കൽ ചടങ്ങുകൾക്ക് റവറന്റ് ഫാദർ ജോണി മീനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിജോ മണിമലക്കുന്നൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രതിഷ്ഠ, കുരിശെഴുന്നള്ളിപ്പ് വയ്ക്കൽ, തിരുഹൃദയ പ്രദക്ഷിണം എന്നിവ നടന്നു. വൈകിട്ട് കുരിശിന്റെ കപ്പളയിൽ നടക്കുന്ന ലതീഞ്ഞ നൊവേന, സന്ദേശം, വഴിപാട് തിരിതെളിക്കൽ ചടങ്ങുകൾ ഫാദർ ജിൻസ് ചിനക്കല്ലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രാത്രി 7 മണിക്ക് പുഷ്പക്കുരിശ് എഴുന്നള്ളിപ്പ് നടന്നു. സെപ്റ്റംബർ 14 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാന മാർ പ്രിൻസ് പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രതിഷ്ഠ നടക്കും. SC മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തി. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മണ്ഡലം SC മോർച്ച പ്രസിഡന്റ് VK മണി അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് CC സുനിൽ ആമുഖ പ്രസംഗം നടത്തി. വാർഡ് മെമ്പർ പ്രിയലത പ്രസാദ്, C വിജയൻ, സുബ്രഹ്മണ്യൻ, ശില്പി മുരളി, രഞ്ജിത്ത്, സന്തോഷ് പടിഞ്ഞാട്ടുമുറി, SC മോർച്ച ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർച്ചയായ 5ാം വർഷമാണ് SC മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. മഹാത്മാ അയ്യൻകാളിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ഒരുപക്ഷെ ഈ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ആളുകൾ പങ്കെടുക്കുന്നുണ്ടാകാം. എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ നാം എല്ലാവരും ദൈവതുല്യം, ഈശ്വരതുല്യം കാണുന്ന ആളാണ് മഹാത്മാ അയ്യൻകാളി. അദ്ദേഹത്തിന്റെ 162ാം ജയന്തി ആഘോഷിക്കുന്ന വേളയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സർക്കാർ ഓഗസ്റ്റ് 28-നാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ചിങ്ങമാസത്തിലെ അവിട്ടം നാളിലാണ്, എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ് പിറ്റേന്നാണ് മഹാത്മാവിന്റെ ജയന്തിയൊക്കെ ആഘോഷിക്കുന്നത്. മനുഷ്യനായി പിറന്ന ജനവിഭാഗങ്ങൾക്ക് നാൽക്കാലികളൊക്കെ തന്നെ നടക്കുന്ന വഴികളിലൂടെ നടക്കുന്നതിനു വേണ്ടി, വിദ്യാഭ്യാസം ലഭിക്കുന്നതിനു വേണ്ടി, മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനു വേണ്ടി അന്നത്തെ ജാതി മേധാവിത്വത്തിനെതിരെ സന്ധിയില്ലാത്ത സമരപോരാട്ടം നടത്തി വിപ്ലവകരമായ സമരങ്ങളിലൂടെ, വില്ലുവണ്ടി സമരം ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ട തെരുവീതികളിലൂടെ വില്ലുവണ്ടി പായിച്ച്, അന്നത്തെ സവർണന്റെ അടയാളമാണ് അത്, സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ച് നിഷേധിക്കപ്പെട്ട തെരുവീതികളിലൂടെ വില്ലുവണ്ടി പായിച്ച മഹാനായ വിപ്ലവകാരിയായിരുന്നു മഹാത്മാ അയ്യൻകാളി. ജലപാതയായി ചേർപ്പിലെ ഗ്രാമീണ റോഡുകൾ. ചേർപ്പ് മേഖലയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ കൂടിയുള്ള യാത്ര അതിസാഹസികമാകുന്നു. ഓണക്കാലത്തെ തിരക്ക് കൂടിയായപ്പോൾ ക്ലേശം ഇരട്ടിയായി. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണി മൂലം പെരുമ്പിള്ളിശ്ശേരി, ചേർപ്പ്, പൂച്ചിന്നിപ്പാടം, ഊരകം ഭാഗത്ത് ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലയുകയാണ്.
ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഗ്രാമീണ റോഡുകളെ ആശ്രയിച്ചതോടെ ചുരുങ്ങിയ ദിവസം കൊണ്ട് റോഡുകൾ തകർന്നു. തിരുവിളക്കാവ് കിഴക്കേനടയിൽ നിന്നും വല്ലച്ചിറ ബിവറേജ് കൂടി പകിരിപ്പാലം ഭാഗത്തേക്ക് പോകുന്ന റോഡ്, ഊരകം കണ്ടേശ്വരം പല്ലിശ്ശേരി റോഡ്, കരുവന്നൂർ രാജ എട്ടുമന ഹെർബർട്ട് കനാൽ റോഡ് തുടങ്ങിയ റോഡുകളിൽ നിറയെ കുഴികളാണ്. പലയിടത്തും വെള്ളക്കെട്ടാണ്. ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അരുകുവശം ഇടിഞ്ഞ് അപകട സാധ്യതയുമുണ്ട്. പെരുമ്പിള്ളിശ്ശേരി ചേർപ്പ് ഊരകം വഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് ഈയിടെ വ്യാപാരികൾ സമരം ചെയ്തിരുന്നു. വാഹനത്തിരക്കേറിയ നേരത്തും അമിത വേഗം കുറയ്ക്കുന്നില്ല. കോനിക്കര ഇറക്കം കൂടി ഭാരവാഹനങ്ങൾ പോകുമ്പോൾ മിക്ക സമയത്തും ഏറെ നേരം ഗതാഗതക്കുരുക്ക് നേരിടേണ്ടി വരുന്നു. തൃശൂർ ജില്ലയിലെ വിരമിച്ച എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഒറ്റപ്പെട്ട അംഗങ്ങൾക്ക് താമസിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി നിർമ്മിക്കുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ പ്രമോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എയർഫോഴ്സ് വെറ്ററൻസ് ഭവൻ പ്രസിഡന്റ് മാധവൻ കുറ്റിയടി കർമ്മം നിർവഹിച്ചു. യോഗത്തിൽ എയർഫോഴ്സ് ഡ്രീം ഹോം പ്രസിഡന്റ് AP മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, ഖജാൻജി ബാസി കൂടത്തിൽ, രക്ഷാധികാരി സുരേഷ് കുമാർ, എയർഫോഴ്സ് അസോസിയേഷൻ തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് മനോജ് കോരപ്പത്ത് എന്നിവർ സംസാരിച്ചു. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം ഓണനിലാവ് സംഘടിപ്പിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി വികാരി റവറൻ ഫാദർ ജെയിംസ് ഇഞ്ചൂടിക്കാരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അറിയില്ല അല്ലേ, നമ്മൾ പൂക്കളൊക്കെ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇത് പണ്ടത്തെ മനുഷ്യരെ അവരുടെ മനസ്സിൽ ദാരിദ്ര്യം കുറെ ഉണ്ടായിരുന്നു. മനസ്സിൽ മാത്രമല്ല, ശരീരത്തിലും ദാരിദ്ര്യമായിരുന്നു. നമ്മൾക്ക് പിന്നെ എല്ലാ ദിവസവും ഓണം പോലെയാണ്. മിക്കവാറും ഒന്ന് വിചാരിച്ചെന്ന് ഓണം പായസം കിട്ടുന്നവർക്ക് നാളെ വേണമെങ്കിൽ പായസം കിട്ടും, മറ്റൊന്ന് കിട്ടും, ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വേണമെങ്കിൽ പായസം കിട്ടും. പക്ഷെ പണ്ട് കാലത്ത് പായസം കൊല്ലത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ മനുഷ്യർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ദാരിദ്ര്യമൊക്കെ മാറി വളരെ ആഘോഷത്തിന് സമൃദ്ധി ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ പൂക്കളം. അത് പല വർണ്ണങ്ങൾ, ആ പല വർണ്ണങ്ങളിൽ നിന്ന് പല സ്വപ്നങ്ങളാണ്. അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജിയോ ആലപ്പാട്ട് ഓണ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് റോസ്മേരി അപേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീജ, സീനിയർ ടീച്ചർ ഷീജ CA എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണപ്പാട്ടുകൾ, തിരുവാതിരക്കളി, വിവിധ ഓണക്കളികൾ, വിപുലമായ ഓണസദ്യ എന്നിവ നടന്നു. ഊരകം ALP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് മെമ്പർ K കൃഷ്ണകുമാർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KG അച്യുതൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, ചേർപ്പ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന അക്ബർ, സ്കൂൾ ഇൻചാർജ് ദേവസേന VV, വികസന സമിതി പ്രസിഡന്റ് സന്തോഷ് PR, വികസന സമിതി കൺവീനർ വിജയൻ C, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയപുരം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണക്കടികൾ, ഓണപ്പാട്ട്, ഉറിയടി, വിപുലമായ ഓണസദ്യ എന്നിവ നടന്നു. ഗൃഹോപകരണ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് രംഗത്തെ മുൻനിര വ്യാപാര ശൃംഖലയായ ഗോബു നന്ദിലത് ജിമാർട്ട് ഈ ഓണക്കാലത്ത് ലക്ഷ്യമിടുന്നത് 600 കോടി രൂപയുടെ വിൽപ്പന. ബെൻസ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ. കൂടാതെ ആകർഷകമായ ഓഫറുകളും ഗോബു നന്ദിലത്ത് ഒരുക്കിയിട്ടുണ്ട്.
ബെൻസ് ഓഫറിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഭാഗ്യശാലി കാത്തിരിക്കുന്നത് മേഴ്സിഡസ് ബെൻസ് കാറാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് മാരുതി എക്സ്പ്രസോ കാറും സമ്മാനമായി നൽകും. ഈ കാലയളവിലുള്ള എല്ലാ ബില്ലുകളിലും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ്. ഈ വർഷം തങ്ങൾ ഗംഭീരമായ ഓണാഘോഷമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഓണക്കാലം തുടങ്ങിയത്. വിൽപ്പനയിലും വിൽപ്പനാനന്ദ സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് ജി മാർട്ട് കേരളത്തിലെ എന്നല്ല എല്ലാ ജില്ലകളിലും കേരളത്തിലെ ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഇന്ന് സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ ഓണ സ്കീമായ ബെൻസ ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു. കൂടാതെ 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു. ഇതെല്ലാം ഗോപു നന്ദിലത്ത് ജി മാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ 3/4 പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ടും എക്സ്റ്റൻഡർ വാറണ്ടി ആയിട്ടും അഡീഷണൽ ഓഫറുകളായിട്ടും കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഗോപു നന്ദിലത്ത് ജി മാർട്ട് നൽകുന്നത്. എല്ലാ വർഷത്തെ പോലെ ഓണം അതിഗംഭീരമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും ഓണത്തിന്റെ വിൽപ്പന എല്ലാ ഷോറൂമുകളും ഞങ്ങളുടെ ഷോറൂമുകളിൽ നന്നായി നടക്കുന്നു. അതിനോടൊപ്പം തന്നെ ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഈ പുതിയതായിട്ട് കുറെ സംരംഭങ്ങൾ ഒരുക്കുകയാണ്. ഞങ്ങൾ 10 ഷോറൂമുകളാണ് ഈ ഓണക്കാലത്ത് പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ 3 ഷോറൂമുകളെ നമുക്ക് തുറക്കാൻ സാധിച്ചുള്ളൂ. ബാക്കി 7 ഷോറൂമുകളും ഈ വർഷാവസാനത്തോടു കൂടി നമ്മൾ തുറക്കും. അപ്പോൾ ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ 54 ഷോറൂമുകളായി കഴിഞ്ഞു ഇലക്ട്രോണിക്സിൽ. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും നല്ലൊരു ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു. ഞങ്ങളുടെ വിൽപ്പനയിലും വിൽപ്പനാനന്ദ സേവനത്തിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ മാന്യ ഉപഭോക്താക്കളും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഗോപു നന്ദിലത്ത് ജി മാർട്ടിനെ ഉയർത്തി വലുതാക്കിയ എല്ലാ മാന്യ ഉപഭോക്താക്കളോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം ഗോപു നന്ദിലത്ത് ജി മാർട്ട് പുതിയതായിട്ടൊരു ആശയം വെച്ചിരിക്കുകയാണ്. എവരി 30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗോപു നന്ദിലത്ത് ജി മാർട്ട് കാണണം. ആ രീതിയിൽ കേരളത്തിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലകളിലും ഓരോ ഷോറൂംസ് തുറക്കുകയാണ്. A ക്ലാസ് ടൗണിലും B ക്ലാസ് ടൗണിലും C ക്ലാസ് ടൗണിലും. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യാനും ഏറ്റവും വിലക്കുറവിൽ വാങ്ങിക്കാനും ഓൺലൈനേക്കാളും വിലക്കുറവിൽ ഗോപു നന്ദിലത്ത് ജി മാർട്ടിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. അത് ഗ്യാരണ്ടിയാണ്. കാരണം ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ബൾക്കായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ബൾക്കായി വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു 3/4 പങ്കുമാണ് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയായ AI ടെക്നോളജി ഉപയോഗിച്ചുള്ള ഗൃഹോപകരണങ്ങളാണ് സ്ഥാപനം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് പറഞ്ഞു. ഇത്തവണയും നമ്മൾ ബെൻസ ഓഫർ ലോഞ്ച് ചെയ്തു. 41 വർഷമായി ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ തുടരുന്നു. അപ്പൊ ഇതിനോടകം നമുക്ക് 54 ഷോറൂംസ് ആയി. ഓരോ ഓണത്തിനും നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാറുണ്ട്, ഓരോ വർഷവും നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തവണയും നമ്മൾ എക്സ്പാൻഷന്റെ ഫേസിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 30 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ഗോപു നന്ദിലത്ത് ജി മാർട്ട് എന്ന ആശയത്തോടുകൂടിയാണ് നമ്മൾ മുന്നേറുന്നത്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ്സ് എല്ലാം ലോകോത്തര നിർമ്മിത ബ്രാൻഡുകളാണ്. എല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമാണ് ഗോപു നന്ദിലത്ത് ജി മാർട്ടിലുള്ളത്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഇപ്പം മൊബൈൽസ് തൊട്ട് ഹോം അപ്ലയൻസസ് തൊട്ട് കിച്ചൺ അപ്ലയൻസസ് വരെ, എന്തിനധികം ക്രോക്കറി വരെ ഗോപു നന്ദിലത്ത് ജി മാർട്ട് എന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ബ്രാൻഡ്സിന്റെ ഒക്കെ ആയാലും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ 2024 ആയപ്പോൾ 2024 ലേറ്റസ്റ്റ് മോഡൽസ് ആണ് നമ്മൾ എല്ലാ ഷോപ്പിലും നമ്മുടെ എല്ലാ സ്റ്റോറിലും വെച്ചിരിക്കുന്നത്. അതെല്ലാം AI ടെക്നോളജിയിലുണ്ട്. ഇപ്പോൾ ഓരോ കാറ്റഗറി ഓരോ ബ്രാൻഡ്സിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ LGയിലാണെങ്കിൽ മൂഡപ്പ് റെഫ്രിജറേറ്റേഴ്സ് ലക്ഷങ്ങൾ വില വരുന്ന ഒരു റെഫ്രിജറേറ്റർ ആണ്. ഇത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ സ്റ്റോഴ്സിലാണ്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ സ്മാർട്ട് ഹബ് സീരീസിലുള്ളതും അതുപോലെ ബീസ്പോക്ക് സീരീസിലുള്ള റെഫ്രിജറേറ്റേഴ്സും മൈക്രോവേവ്സും ഇതെല്ലാം എന്താ പറയാ കേരളത്തിൽ എവിടെയായാലും അത് ആദ്യം ഗോപു നന്ദിലത്ത് ജി മാർട്ടിലാണ് കാണാൻ സാധിക്കുക. മൊബൈൽ ഇൻഡസ്ട്രിയിൽ മികച്ച മുന്നേറ്റമാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് വ്യക്തമാക്കി. ഗോപു നന്ദിലത്ത് ജി മാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഗ്രൂപ്പാണ്. നമ്മൾ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റോറാണ് റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ തന്നെ. അതേപോലെ തന്നെയാണ് മൊബൈലിലും നമ്മൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചെയിനാണ് സൗത്ത് ഇന്ത്യയിൽ. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ മൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ 4 വർഷമാണ് മൊബൈൽ തുടങ്ങിയിട്ടായത്. ഇപ്പൊ 4 വർഷം കൊണ്ട് തന്നെ എല്ലാ കമ്പനിയും ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും നമ്പർ 1 നമ്പർ 2 കാറ്റഗറിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതിന് സാധിച്ചത് നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ അപ്ലയൻസിൽ നമുക്ക് നമ്പർ 1 ആവാൻ സാധിച്ചു. അതേപോലെ മൊബൈലിലും നമ്മളിപ്പോൾ ആയി. അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഓണക്കാലത്ത് അങ്ങനെ ആവാൻ സാധിച്ചതിൽ. ഇനി അതുകൂടാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൊബൈലിന് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിംഗ് കമ്പനികളുടെയും മൊബൈൽ ലാപ്ടോപ്പ്
അതുപോലെ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് ലൈവ് ഡെമോ, ഇന്ന് കേരളത്തിൽ ആരും ചെയ്യാത്ത കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈവ് ഡെമോ നമ്മുടെ കടയിൽ തന്നെ ലൈവ് ഡെമോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിന് അത് യൂസ് ചെയ്ത് നോക്കി ടച്ച് ആൻഡ് ഫീൽ ഒക്കെ ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചിലർക്ക് സോഫ്റ്റ്വെയർ ആയിരിക്കും കൂടുതൽ താല്പര്യം, ചിലർക്ക് ക്യാമറ ആയിരിക്കാം. പല സ്പെക്കാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ മുതിർന്നവരാണെങ്കിലും ആ രീതിയിലാണ് ഇന്നത്തെ കാലത്ത് സ്പെക്ക് യൂസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അവർക്ക് യൂസ് ചെയ്ത് നോക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ച് അവർക്കത് ഓക്കെ ആണെങ്കിൽ സന്തോഷം കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ലൈവ് ഡെമോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാ ഗോപുനന്ദ് ജിമാർട്ടിന്റെ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള എല്ലാ ജിമാർട്ടിലും ഇതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ 30 കിലോമീറ്ററിലും ഒരു ഷോറൂം എന്നതാണ് ലക്ഷ്യം. നിലവിലുള്ള 1200 കോടിയുടെ വാർഷിക വിറ്റുവരവ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ 1600 കോടിയിലേക്ക് ഉയർത്തും. മൊബൈൽ ഫോൺ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ അതിനടുത്ത വർഷം 2500 കോടി രൂപയോളമായി വിറ്റുവരവ് കൂടുമെന്നാണ് പ്രതീക്ഷ. 4900 മുതൽ 10 ലക്ഷം വരെ വില വരുന്ന LED ടിവികൾ, 9000 മുതൽ 6 ലക്ഷം വരെ വിലയുള്ള റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവ ഷോറൂമിൽ ലഭ്യമാണ്. തവണകളായി പണം നൽകാനുള്ള സൗകര്യവും ഗോപുനന്ദിലത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വെങ്ങടിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ഇന്ത്യ സ്ഥാപനത്തിന്റെ സാരഥി VV ജോസഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TV മോഹനൻ, അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, പന്തളം അജിത് കുമാർ, AM വക്കച്ചൻ, വർഗീസ് അക്കര എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഓണാഘോഷം ഓണനിലാവ് 2024 സംഘടിപ്പിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി വികാരി റവറന്റ് ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഡെന്നസ് പെല്ലിശ്ശേരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ സ്റ്റെയ്നി ചാക്കോ മത്സര ഇനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. കേരള ശ്രീമാൻ, മലയാളി മങ്ക, കുമ്മാട്ടിവേഷം, ഓണത്തല്ല്, വടംവലി, ഉറിയടി, മ്യൂസിക് ചെയർ, സ്പൂൺ റേസ്, ചാക്കുചാട്ടം, അധ്യാപകരുടെ തിരുവാതിരക്കളി തുടങ്ങി വിവിധങ്ങളായ മത്സര ഇനങ്ങളും കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. തൃപ്രയാർ SIO മേഖലാ സമ്മേളനം സെപ്റ്റംബർ 15 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൻതലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകളുമായിരിക്കുക എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വലപ്പാട് ഇൻഫത സ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന മേഖലാ സമ്മേളനം SIO ദേശീയ പ്രസിഡന്റ് EK റമീസ് ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നവ്ദി മുഖ്യപ്രഭാഷണം നടത്തും. ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ്, വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദ ബിൻത് ഇബ്രാഹിം, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അനീസ് ആദം, GIO ജില്ലാ പ്രസിഡന്റ് ഇൻഫാറ ഫർഹദ് എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബിലാൽ M ഷരീഫ്, ജില്ലാ സെക്രട്ടറി ആദിൽ സലീം, ജോയിന്റ് സെക്രട്ടറി അമൽ തസ്നീം, നാട്ടിക ഏരിയ സെക്രട്ടറി PA ഫലാഹ് എന്നിവർ സംസാരിച്ചു. പൂരം മാത്രമല്ല, പിണറായി സർക്കാർ മുടക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെയും പിണറായി സർക്കാർ മുടക്കിക്കളഞ്ഞെന്ന് AICC മെമ്പർ അനിൽ അക്കര.
തളിക്കുളം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തളിക്കുളം സെന്ററിൽ നടത്തിയ പ്രതിഷേധ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ ഫിറോഷ് ത്രിവേണി, മുൻ മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം, നാട്ടിക അസംബ്ലി IT സെൽ കോർഡിനേറ്റർ രമേശ് അയ്യനക്കോട്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഉന്മേഷ് PK, ന്യൂനപക്ഷ സെൽ സംസ്ഥാന കോർഡിനേറ്റർ ഷമീർ മുഹമ്മദ് അലി, മണ്ഡലം ട്രഷറർ MK ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ ഷൈജ കിഷോർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷഹബു, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നീതു പ്രേംലാൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR വാസൻ, പ്രവാസി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK ഉദയകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ AC പ്രസന്നൻ, ഷീജ രാമചന്ദ്രൻ, KS രാജൻ, UA ഉണ്ണികൃഷ്ണൻ, സിന്ധു സന്തോഷ്, ജയപ്രകാശ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മാപ്രാണം ഹോളിക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ കുരിശുമുത്തപ്പന്റെ 1096ാമത് തിരുനാളിന് തുടക്കമായി. SC മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തി. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ജലപാതയായി ചേർപ്പിലെ ഗ്രാമീണ റോഡുകൾ. ചേർപ്പ് മേഖലയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ കൂടിയുള്ള യാത്ര അതിസാഹസികമാകുന്നു. ഓണക്കാലത്തെ തിരക്ക് കൂടിയായപ്പോൾ ക്ലേശം ഇരട്ടിയായി. തൃശൂർ ജില്ലയിലെ വിരമിച്ച എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഒറ്റപ്പെട്ട അംഗങ്ങൾക്ക് താമസിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി നിർമ്മിക്കുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.